ഹായ് ഓൾ, മൈസെൽ സൗമ്യ ജിതിൻ. സ്പെക്ട്ര വെഞ്ചേഴ്സിന്റെ പുതിയൊരു ഇന്റർവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുനിശ്ശേരിയിലാണ്. ഇവിടെ വിജയാമൃതത്തില് മഹേഷ് സാറിന്റെയും സത്യമാമിന്റെയും വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്റീരിയറിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പാസേജ് ഏരിയ ആദ്യം തന്നെ പരിചയപ്പെടാം. പാസേജ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമൽ ലിവിങ്ങിലേക്കുള്ള പാസേജ് ഏരിയയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡൈനിങ്ങും പാസേജ് ഏരിയയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിലൊരു കൺസോൾ ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ ഇവിടുത്തെ സീലിങ്ങിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൂ സീലിങ്ങും ജിപ്സം സീലിങ്ങും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്രൂ സീലിങ്ങിൽ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻസിൽ മാത്രമാണ് നമ്മൾ ജിപ്സത്തിൻ്റെ വർക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. അത് പ്രോപ്പറായിട്ട് ലിവിങ്ങിലും ഡൈനിങ്ങിലും ലൈറ്റിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാനൽ ലൈറ്റ്സ് ആണ് ഇവിടെ കൂടുതലും നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ പാനൽ ലൈറ്റിനോടൊപ്പം തന്നെ നമ്മൾ സീലിങ്ങിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർ ലൈറ്റുകളും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസേജ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ, അതായത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് വ്യൂ കിട്ടുന്നത് നമ്മുടെ പൂജാമുറി തന്നെയാണ്. പൂജാമുറി വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൂജാ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓമിൻ്റെ ഒരു CNC വർക്ക് കൊടുത്തിട്ട് ലെഡ്ജ് വർക്കുകൾ കൊടുത്ത് സ്പോട്ട് ലൈറ്റിൽ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു പൂജാ സ്പേസ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പൂജാ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഫോർമൽ ലിവിങ്ങിലേക്കാണ്. ഈ വീട്ടിൽ സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരൊറ്റ കളർ പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അത് വുഡൻ കളറാണ്. എല്ലാ ഏരിയാസിലും നമ്മൾ വുഡൻ കളർ വെച്ചിട്ട് ഫുൾ ഏരിയ, അതായത് ലിവിങ് ആയിക്കോട്ടെ, ഡൈനിങ് ആയിക്കോട്ടെ, ബെഡ്റൂംസ് ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, ഫുൾ ഒരു വുഡൻ കളറാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ കളറ് സിംഗിൾ സ്റ്റോറിയിൽ ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇൻറ്റീരിയറിൻ്റെ പാറ്റേൺ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഫോർമൽ ലിവിങ്ങിലേക്ക് വന്നു. ഫോർമൽ ലിവിങ്ങിൽ നമ്മൾ 2 വോളും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വോളിൽ നമുക്ക് TV യൂണിറ്റിൻ്റെ പോർഷൻ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് വോളിൽ വാൾ പേപ്പേഴ്സ് വിത്ത് വാൾ ഡെക്കേഴ്സ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൽ വെയിൻസ്കോട്ടിൽ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഇന്നർ സ്പേസിലാണ് നമ്മൾ വാൾ പേപ്പേഴ്സ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ലൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് ലൈറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഡിസൈനർ ലൈറ്റിൻ്റെ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്യൂരിയോസ് ആയിക്കോട്ടെ, പെയിൻറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ ഡിസൈനിങ്ങിൻ്റെ സമയത്ത് തന്നെ മാമയോട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ വീടിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി TV യൂണിറ്റിൻ്റെ ബാക്ക് പാനലിലേക്കൊക്കെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിന് പകരം ബാംബൂ ചാർക്കോൾ, UV ഷീറ്റ് അങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുക. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് ബാക്ക് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ സീലിങ്ങിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ ട്രൂ സീലിങ്ങിൽ സൈഡിൽ മാത്രമാണ് നമ്മൾ ജിപ്സം സീലിംഗ് വിത്ത് പാനൽ ലൈറ്റ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാങ്ങിങ് ലൈറ്റ്, സീലിങ്ങിൽ നിന്ന് ഹാങ്ങിങ് ലൈറ്റ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രോക്കറി യൂണിറ്റ് ആണ്. ക്രോക്കറി യൂണിറ്റിൽ നമ്മൾ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ തന്നെ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗ്ലാസ് ഷട്ടേഴ്സ് ആണ്, ഗ്ലാസ്, അതായത് ഓപ്പൺ ഗ്ലാസ്, വിസിബിൾ ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. വിത്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ പോകുന്നത് നമ്മുടെ കോമൺ വാഷ് ഏരിയയിലേക്കാണ്. കോമൺ വാഷ് ഏരിയയിൽ നമ്മൾ WPC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈൽ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈലിൻ്റെ മാച്ചിങ്ങിനായിട്ട് കൂടിയിട്ടുള്ളൊരു മിററാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിററിൻ്റെ ഡിസൈൻസ് അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമുക്കിവിടെ ഒരു DB ബോക്സ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലൂവറിൻ്റെ ഒരു പാനലിംഗ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ DB ബോക്സ് കവർ ചെയ്യാനായിട്ട് നമ്മളത്, അതിനോടൊപ്പം തന്നെ നമ്മളൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ട് ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
തന്നെ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുക്കാൻ മാഡം പറഞ്ഞതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് നമ്മൾ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു കോർട്ട്യാർഡ് ഏരിയയിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് ഏരിയയിലേക്കാണ്, ഓപ്പൺ കോർട്ട്യാർഡ് ഏരിയ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോത്ത് സൈഡിൽ സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുൾ പാടാണ്. വളരെ ഭംഗിയായിട്ട്, എന്താ പറയുക, അത്രയും ഭംഗി, ബ്യൂട്ടിഫുൾ ആയിട്ടാണിത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന് മനസ്സിൻ്റെ എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാടത്തേക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്കൊരു റിലാക്സ് ഫീൽ കിട്ടും. ഇത് മാമിൻ്റെ തന്നെ പാടങ്ങളാണ് ഈ ഉള്ള ഏരിയാസ് മുഴുവനായിട്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോൾ 2 ഏരിയയിലുണ്ട്. നമുക്ക് ഫ്രണ്ട് ഏരിയയിലും ഉണ്ട് സിറ്റ് ഔട്ട്, അതേപോലെ തന്നെ ഇത് കോർട്ട്യാർഡ് കം സിറ്റ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ ഇത് പ്രകൃതിയോട് ഇണങ്ങിയിട്ട്, അതായത് നമുക്ക് പ്രകൃതിയുടെ ഫുൾ വ്യൂസും ഇവിടുന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാം. ഇനി കോർട്ട്യാർഡ് ഉണ്ട്, നമുക്ക് കോർട്ട്യാർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വീടിൻ്റെ ഹാർട്ട് എന്നൊക്കെ പറയില്ലേ മാം, അത്ര ഇഷ്ടത്തോടു കൂടി ചെയ്തൊരു ഏരിയ ആണ് നമ്മളുടെ ഇവിടുത്തെ കോർട്ട്യാർഡ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ കോർട്ട്യാർഡിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് വരുന്നത് നമ്മുടെ ബുദ്ധനാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗോൾഡൻ കളറിലുള്ള ഒരു ബുദ്ധൻ, പിന്നെ നമുക്ക് പ്ലാന്റ്സ് വെച്ചിട്ട് ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോർട്ട്യാർഡിനോട് ചേർന്ന് തന്നെ ഒരു ലൈബ്രറി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറി ഏരിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈബ്രറി ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു അയണിങ്ങിനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ കിച്ചൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോവാം. കിച്ചണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ കളർ പാറ്റേൺ ആണ് കിച്ചണിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ബോട്ടം ക്യാബിനറ്റ്, ഓവർ ഹെഡ്, പിന്നെ നമുക്ക് ആ ഹുഡ് ആൻഡ് ഹോബിൻ്റെ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പാനലിംഗ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നമ്മളിവിടെ ഗ്രാനൈറ്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ വോൾ ടൈലും അതിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ഉള്ളൊരു ക്രീമി ഷെയ്ഡിൽ വരുന്നൊരു ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കിച്ചൻ്റെ ആക്സസറീസ് പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഉള്ള എല്ലാ കിച്ചണിലും ചെയ്യുന്ന പോലെ തന്നെ ബാസ്ക്കറ്റുകൾ, അതായത് കട്ട്ലറി, പ്ലെയിൻ ബാസ്ക്കറ്റ്, അതുപോലെ തന്നെ പ്ലേറ്റ്, ഇതിൻ്റെ 2 ഇൻലക്റ്റായിട്ട് പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റ്, പിന്നെ ബോട്ടിൽ പുൾ ഔട്ട്, എല്ലാം സോഫ്റ്റ് ക്ലോസ് ആക്സസറീസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കിച്ചൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ സിങ്ക് ഏരിയ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവിടെ ഒരു ഓവൻ യൂണിറ്റിനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബ്ലാക്ക് പ്രൊഫൈൽ ഹാൻഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ടേബിള്, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീലിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ സീലിംഗ് ആണ്. നമ്മൾ ആ പ്രൊഫൈൽ പാനൽ ലൈറ്റിങ്ങിൻ്റെ പ്രൊവിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൂ സീലിങ്ങിൻ്റെ 4 സൈഡിൽ നിന്നും കവർ ചെയ്തിട്ട് നമ്മൾ ജിപ്സത്തിൻ്റെ വർക്കിൽ പാനൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സിങ്കിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസസ് ആണ്, മാക്സിമം സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാസേജ് ഏരിയ, ഫോർമൽ ലിവിങ്, ഡൈനിങ്, കിച്ചൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂം പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ നമുക്ക് വാർഡ്രോബാണ്. 4 ഡോർ വാർഡ്രോബ് വിത്ത് സ്റ്റഡി ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി യൂണിറ്റിനൊപ്പം തന്നെ നമ്മൾ ഓവർ ഹെഡ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബെഡ് കോട്ട്, കിങ് സൈസ് ബെഡ് കോട്ടാണ് വിത്ത് ഹെഡ് റെസ്റ്റ്. 2 സൈഡ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബാക്ക് ബോൾ ഹൈലൈറ്റിംഗ് എല്ലാം വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് പെയിൻറ് ഫിനിഷിൽ ചെറിയൊരു ക്യൂരിയോസ് ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ് കോട്ട് ഹൈഡ്രോളിക് ആണ്, അതായത് കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് ഹെഡ് റെസ്റ്റ്, ഹൈഡ്രോളിക് വിത്ത് സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കട്ടിലാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്.
അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡ്രസ്സിങ് യൂണിറ്റിലേക്കാണ്. ഡ്രസ്സിങ് യൂണിറ്റിലേക്ക് നമ്മളിവിടെ ഒരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു മിററും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ ഓൾ ടുഗെദർ പറയുകയാണെന്നുണ്ടെങ്കിൽ കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് ഹെഡ് റെസ്റ്റിൽ ബെഡ് കോട്ട്, സൈഡ് ടേബിൾസ്, അതേപോലെ ബാക്ക് വോൾ ചെറിയ ഫോട്ടോ ഫ്രെയിം വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 4 ഡോർ വാർഡ്രോബ് വിത്ത് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സിങ് യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു 3 ഡോർ വാർഡ്രോബ്, അതേപോലെ യൂസ്ഡ് ക്ലോത്തിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മിറർ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ വാനിറ്റീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം വാനിറ്റിയിൽ നമ്മൾ ബോക്സ് വർക്കിലേക്ക് യൂസ് ചെയ്തിരിക്കേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് WPC ആണ്. പിന്നെ ഇവിടുത്തെ ഒരു മെറ്റീരിയൽ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. അത് മുഴുവൻ കളർ ലാമിനേഷനാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ നമുക്കിത് നീതിക്കിൻ്റെ ബെഡ്റൂമാണ്. നീതിക്കിൻ്റെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെയാണെങ്കിൽ കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് ഹെഡ് റെസ്റ്റ്, അതേപോലെ ഒരു സൈഡ് ടേബിളാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വാർഡ്രോബിൻ്റെ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 ഡോർ വാർഡ്രോബ് വിത്ത് സ്റ്റഡി യൂണിറ്റ്, ഓവർഹെഡ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീലിങ്ങിലെല്ലാം ഇവിടുത്തെ സീലിങ്ങിൻ്റെ ലൈറ്റ് പാറ്റേൺ ഡിസൈനർ ലൈറ്റുകളാണ്. അതിൽ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാതും ഓരോ ബെഡ്റൂമിലേക്കും നമ്മൾ ഓരോ മോഡലുകളിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നേരെ പോകുന്നത് ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയയിലേക്കാണ്. ഡ്രസ്സിങ് യൂണിറ്റ് 2 ഡോറ്, അതേപോലെ തന്നെ യൂസ്ഡ് ക്ലോത്തിനുള്ള പ്രൊവിഷൻ, പിന്നെ ഡ്രോവേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ലെങ്തി ആയിട്ടുള്ളൊരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫുൾ ലെങ്ത്തിൽ മിററും കൊടുത്തിട്ട് മിറർ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ വാനിറ്റീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ള ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് സൈഡ് ടേബിൾ, അതിൽ ബാക്കിലത്തെ വോൾ ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ഫിനിഷ്, അതേപോലെ ഫോട്ടോ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ഡോർ വാർഡ്രോബ് വിത്ത് സ്റ്റഡി യൂണിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റ്, അതേപോലെ വാനിറ്റി. ഇവിടെ എല്ലാം ട്രൂ സീലിംഗിൽ നിന്നാണ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് യൂണിറ്റിൽ ലെങ്ത് ആയിട്ടുള്ള മിറർ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ് എല്ലാം ഓരോ ബെഡ്റൂമിലും നമ്മൾ ഓരോ ഡിസൈൻസാണ്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇനി അടുത്ത റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ധാർമ്മിക്കിൻ്റെ റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതിലേക്ക് റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ബെഡ് കോട്ട് വിത്ത് ഹെഡ് റെസ്റ്റ്, അതേപോലെ തന്നെ ഒരു 1 സൈഡ് ടേബിളാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 ഡോർ വാർഡ്രോബ്, അതേപോലെ വിത്ത് സ്റ്റഡി. നമ്മൾ ഇവിടുത്തെ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളർ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഡ്രസ്സിങ് യൂണിറ്റിലേക്കാണ്. അവിടെയും ഇതേപോലെ തന്നെ നമ്മൾ നോർമലി എല്ലാ ബെഡ്റൂമിലും ഫോളോ ചെയ്യുന്ന പോലെ തന്നെ 3 ഡോർ വാർഡ്രോബ്, അതേപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെങ്തി ആയിട്ടുള്ളൊരു മിററും ഫോളോ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ വാനിറ്റീസ്. അപ്പോൾ ഓൾ ടുഗെദർ നമ്മളിവിടെ ബെഡ് കോട്ട്, സൈഡ് ടേബിൾ, അതേപോലെ 3 ഡോർ വാർഡ്രോബ് വിത്ത് സ്റ്റഡി, ഡ്രസ്സിങ് യൂണിറ്റ്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വോൾ ഹൈലൈറ്റിങ്, അത് ഹെഡ് ഡ്രസ്സിൻ്റെ വോൾ ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ഫിനിഷ്, അതിലും ഫോട്ടോ ഫ്രെയിം കൊടുത്തേക്കാണ്. പിന്നെ ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റിൽ ഓരോ ബെഡ്റൂമിലും ഓരോ ടൈപ്പാണ് ഹാങ്ങിങ് ലൈറ്റ് ഡിസൈൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ് വേറൊരു പാറ്റേണിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. കിഡ്സിൻ്റെ ബെഡ്റൂംസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് പേരൻസിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. പേരൻസിൻ്റെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. 4 ഡോർ വാർഡ്രോബാണ്. ഇവിടെ സെപ്പറേറ്റ് മിറർ യൂണിറ്റ് കൊടുത്തിട്ടില്ല. വാർഡ്രോബിൻ്റെ ഷട്ടറിൽ തന്നെയാണ് നമ്മൾ മിറർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലോഫ്റ്റ് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെയും ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് ടേബിൾ പോലെ ഒരു കൺസെപ്റ്റിൽ സ്റ്റഡി ഓവർ ഹെഡ് ഉണ്ട്. പിന്നെ നമ്മൾ യൂസ്ഡ് ക്ലോത്തിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആക്സസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് ഷട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ബെഡ് കോട്ട് വിത്ത് ഹൈഡ്രോളിക്, ഹെഡ് റെസ്റ്റ്,
പിന്നെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബെഡ്റൂമുകളിലൊന്നും ജിപ്സം സീലിംഗ് ചെയ്തിട്ടില്ല, ട്രൂ സീലിംഗ് തന്നെയാണ് ലൈറ്റ് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഹാങ്ങിങ് ലൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള എല്ലാ മുറികളിലും ഡേ ലൈറ്റ് നല്ലോണം കിട്ടുന്ന ഒരു വീടാണ്. സിംഗിൾ സ്റ്റോറി ആയതുകൊണ്ടായിരിക്കാം എല്ലാ ഏരിയാസിലും ലൈറ്റിങ് പ്രോപ്പറായിട്ടുണ്ട്. പിന്നെ ബാക്ക് പാനലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും പെയിൻറ്റിൽ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടാണ് ആ ഏരിയ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ നമുക്കൊരു ബെഡ് കോട്ട്, അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റ്, 1 സൈഡ് ടേബിൾ, ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബ്, 4 ഡോറ് വാർഡ്രോബാണ്. അതിൽ ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റഡി കം ഓവർ ഹെഡ്, പിന്നെ ഒരു യൂസ്ഡ് ക്ലോത്തിനുള്ള പ്രൊവിഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യ മാമിൻ്റെ ഫാമിലി പരിചയപ്പെടുത്താം. ഇത് മാം ടീച്ചറാണ്. പിന്നെ സാറ് മഹേഷ് സാറ് ബിസിനസ്സാണ് റൺ ചെയ്യണേ. 2 മക്കള്, പിന്നെ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്, ബ്രദറ് നാട്ടിലില്ല, പിന്നെ അമ്മ. അപ്പോൾ ഇതാണ് മാമിൻ്റെ ഫാമിലി. ഇനി മാം നമ്മളുടെ ഇൻറ്റീരിയറിനെ പറ്റിയിട്ട്, ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻറ്റീരിയർ കഴിഞ്ഞിട്ട് നമ്മൾ വീട് കാണുമല്ലോ, അപ്പോൾ എന്തൊരു ഫീലിങ്സ് ആണ് മനസ്സിലേക്ക് വന്നത്? ഞാൻ എങ്ങനെയാണോ വിചാരിച്ചത് അതേപോലെ എനിക്ക് തിരിച്ചു കിട്ടി. താങ്ക് യു. അതാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ഞാനിങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ തന്നെ ഇങ്ങനെ ഓരോന്നും മനസ്സിലിങ്ങനെ അങ്ങനെ ചെയ്യാമെന്നുള്ള ഇതുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ എനിക്ക് സ്പെക്ട്ര ചെയ്തു തന്നു. ആകെ എന്താ നമുക്കൊരു രീതിയിലും വന്ന ലേബേഴ്സ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ എനിക്ക് ഞാൻ എങ്ങനെയാണോ അതുപോലെ എൻ്റെ കൂടെ നിന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇതിന് വേണ്ടിയിട്ട്. അത് ഭയങ്കരമായിട്ട് കുറേ മാറിയാണ് നമ്മളത്. അതായത് മാമിനൊരു കൺസേൺ കളർ പാറ്റേണിൽ ഭയങ്കര കൺസേൺ ആയിരുന്നു. ആദ്യം കുറേ കളറ് ആദ്യം മിക്സപ്പ് ചെയ്ത് കളർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് പറ്റിയില്ല. പിന്നെ വേറെ സിംഗിൾ കളർ പാറ്റേണിലേക്ക് പോയി. പിന്നെ ലാസ്റ്റാണ് നമ്മളൊരു വുഡൺ പാറ്റേൺ സെലക്ട് ചെയ്തിട്ട് അതിൽ തന്നെ കളർ കോമ്പിനേഷൻസ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വന്നിട്ട്. അല്ല നമുക്കുണ്ടായത് ഞാൻ ഒരു കളറാ പറഞ്ഞത്, പക്ഷെ വുഡനിൽ ഏത് കളർ എടുക്കാം കുറെ ചോയ്സസ് ആണ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഒറ്റ ഇതിൽ പോവാന്നുള്ളത് നമ്മൾ ചെയ്തു, സിംഗിൾ കളർ പാറ്റേൺ. പക്ഷെ അതിൽ വന്നിട്ട് നമുക്ക് ഈ വുഡൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കളറിലേക്ക് വന്നു. അപ്പം ഞാൻ പഴയ വീട്ടിൽ നമ്മൾ വീട്ടിയുടെ കളറായതുകൊണ്ട് എനിക്ക് തേക്കിൻ്റെ ഫിനിഷിങ് വിനീർ ഫിനിഷിങ് പോലെ വരുന്നത് ഒരു കളർ എടുക്കണം എന്നായിരുന്നു. പിന്നെ നമ്മള് വന്ന് അതിൽ വരുമ്പോ തന്നെ ഒരുപാട് കളേഴ്സ് ആയിരുന്നു. പിന്നെ എടുത്ത് വന്നിട്ടാണെങ്കിലും നമുക്ക് ഇത് ഭംഗിയാവോ ആവില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറി കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. എങ്ങനെയാണ് സ്പെക്ട്രനെ പറ്റി അറിയാൻ? സ്പെക്ട്രനെ ശരിക്കും ഞാൻ അറിഞ്ഞത് ഓൺലൈനിൽ നമ്മള് ഫേസ്ബുക്കിലും ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പരിചയമായത്. ഞാൻ ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ഞാൻ നോക്കുന്നത് ആദ്യം മുതൽ ഇന്റീരിയർ ആയിരുന്നു. കാരണം അപ്പോഴും വലിയ ബഡ്ജറ്റിലേക്ക് പോവാതെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഓരോ ആൾക്കാർ പറയാറുണ്ട് ഒരുപാട് ഇൻറ്റീരിയറിന് സ്പെൻഡ് ചെയ്ത്. അപ്പം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് കുത്തി നിറയ്ക്കണതോ അങ്ങനെയൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ തന്നെ അവർ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അങ്ങനെ അല്ലാതെയും ഞാൻ അറിയുന്നവരടുത്തൊക്കെ ഞാൻ കുറേ കൊട്ടേഷൻസ് ഒക്കെ എടുത്തു. അപ്പോൾ ആ കൊട്ടേഷൻസിലൊക്കെ ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയത് സ്പെക്ട്രയിലായിരുന്നു. അങ്ങനെ എന്താ വെച്ചാൽ റേറ്റ് വെയിറ്റിലാണെങ്കിലും അതേ സാധനം ഞാൻ 3-4 കൊട്ടേഷൻസ് ഞാൻ തന്നെ ഇങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ പറയാൻ ഞാൻ തന്നെയായിരുന്നു ഏകദേശം എല്ലാം നോക്കിയത്. അപ്പം ആ ഒരു ഇത് നോക്കിയപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഡിസൈനിങ് സമയത്തൊക്കെ ഞാൻ രാത്രി 12-1 മണി വരെയൊക്കെയാണ് അമൃത ഓൺലൈനിലുണ്ടാവും. അങ്ങനെ ഞാൻ അപ്പൊ മഹേഷ് പറയും എൻ്റെ അടുത്ത് ഇതെന്താ കാണിക്കുന്നത്, എന്താ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഇത്രയൊക്കെ സമയം. മഹേഷ് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ഞാൻ ചിലപ്പോ അമൃതയായിട്ട് മെല്ലെ മെസ്സേജ് അയക്കുമായിരുന്നു. അത്രയും എന്താ പറയാ ഡിസൈനർ അമൃതയായിരുന്നു. അമൃത നല്ല രീതിയിൽ നല്ലൊരു ഡിസൈനറാണ്. അങ്ങനെ അമൃതയ്ക്ക് ഒരുപാട് അപ്പൊ അമൃത പറയും മാം ഒന്ന് തീർക്കണം പറഞ്ഞിട്ടുണ്ട്, ആ സമയമാകുമ്പോഴേക്കും തീർക്കണം എന്ന് പറയും. അപ്പൊ മാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. അപ്പൊ അമൃതയുടെ ടൈമും എൻ്റെ സമയം കൂടി പണി ഒക്കെ കഴിഞ്ഞിട്ട് അമൃത വരുമ്പോൾ 10 മണി കഴിയും. അപ്പോൾ ഞങ്ങൾ ഉറങ്ങുമ്പോൾ 1 മണിയാവും. എന്നിട്ട് രാത്രി ഡിസൈൻ ചെയ്യും, രാവിലെ നമ്മൾ കട്ട് ചെയ്യും, വീണ്ടും ഡിസൈൻ ചെയ്യും. അങ്ങനെയായിരുന്നു. ഇപ്പൊ സാറ് ബിസിനസ് ആണെന്ന് അറിയാം. എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഇന്റീരിയറായിട്ട് ഇങ്ങനെ? അതെ, സാറുമായിട്ട് അധികം ഒരു 1 പോയിന്റ് കോണ്ടാക്ട് ആണ് കേട്ടോ. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോൾ
നമ്മളിപ്പോൾ ഒരു ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്ത എൻഡ് വരെ ആ വീട്ടിൽ ഒരാളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ആ വീടിന്റെ മൊത്തത്തിൽ അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സിംഗിൾ 1 പോയിന്റ് കോണ്ടാക്ട് ആവുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് കുറയും. അത് മഹേഷ് പറയും നിനക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ കയറി അതെല്ലാം മാറും, അപ്പൊ നീ നിന്റെ പോയിന്റ് ഓഫ് വ്യൂല് കൊണ്ടുപോകും. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളിലേക്ക് കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് അപ്പോൾ ഇത് 1 പോയിന്റ് കോണ്ടാക്ട് ഉള്ളത് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ 1 പോയിന്റ് കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതേപോലെ ഡിസൈൻ ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുത്തിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിലും സൗമ്യ ആയതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു ജെൻസിനെ വിളിച്ചൊരു കാര്യം പറയുന്നതിനേക്കാൾ ഭയങ്കര സൗകര്യമായിരുന്നു രാത്രി ഏത് സമയത്ത് വിളിക്കാനാണെങ്കിലും. രാവിലെ വിളിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. കാരണം വേറൊരു സമയമൊന്നും നോക്കണ്ട, എപ്പോ വേണമെങ്കിലും സൗമ്യ വിളിക്കാം, എപ്പോ വേണമെങ്കിലും മെസ്സേജ് അയക്കാം. ഇതിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മളൊരു ക്ലൈന്റ് എന്ന രീതിയിൽ തുടങ്ങി ഇപ്പൊ നമ്മൾ ശരിക്കും ഒരു സിസ്റ്റേഴ്സ് പോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് മാമായിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വരികയാണെങ്കിലോ എന്ത് കാര്യങ്ങൾക്ക് വരികയാണെങ്കിലും ഒരു കസ്റ്റമറോട് സംസാരിക്കണ പോലെ അല്ല മാമുമായിട്ട് സംസാരിക്കണം. എല്ലാം പരസ്പരം കുറെ വർഷങ്ങളായി പരിചയമുള്ള പോലെ. മാമാണെങ്കിലും ഇടയ്ക്ക് വിളിക്കും, കാര്യങ്ങൾ പറയും, പിന്നെ വീട് പണി കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഫാമിലി ആണെങ്കിലും അമ്മയാണെങ്കിലും ശരി, ബ്രദർ ആണെങ്കിലും ഈ ലൈറ്റ്സ് ഒക്കെ സൗമ്യയാക്കി അയച്ചു കൊടുത്തിട്ടും. അതെ, ലൈറ്റ്സ് പാറ്റേൺ. പിന്നെ ഇവിടുത്തെ മൊത്തത്തില് ഓരോ ഏരിയയും ഈച്ച് ആൻഡ് എവറി കോർണറും മാം ഒരു എന്ത് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അപ്പം എനിക്ക് ഫോട്ടോ ഇട്ട് തരും. സൗമ്യ ഇത് ഓക്കെ അല്ലേ, നമുക്ക് വാങ്ങിക്കാല്ലേ എന്ന് ചോദിച്ചിട്ട്. അതേപോലെ തന്നെ മാമിന്റെ ബ്രദർ എനിക്ക് വർക്ക് റെഫറൻസ് ഇപ്പോൾ 2 വീടിന്റെ വർക്ക്സ് ഏകദേശം എനിക്ക് റെഫറൻസ് ത്രൂ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോഴും സൗമ്യ അവൻ വിളിച്ച് കണക്ട് ചെയ്തിട്ട്, അതിപ്പോ ദുബായിൽ നിന്ന് ആയിക്കോട്ടെ, അത് പുറത്തുനിന്ന് ആയിക്കോട്ടെ, എവിടെ നിന്നാണെങ്കിലും ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫോട്ടോ അയച്ചു തരും, ഇത് ഓക്കെ അല്ലേ എന്ന്. നമ്മളുമായിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ഒരു അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തുടങ്ങി സൗമ്യ വയറിംഗ് ഒക്കെ നമ്മൾ. അതെ, അത് ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണത്. നമ്മൾ നിലവിൽ എന്താണ് എൻ്റെ ഒരു കസിൻ തന്നെയാണോ ഇതിന്റെ പ്ലാനൊക്കെ ചെയ്തത്. അപ്പൊ ചേട്ടൻ എനിക്ക് ഏകദേശം എവിടെ യൂണിറ്റിൽ നിന്നൊക്കെ എല്ലാം കൃത്യമായി ചെയ്തെന്നുണ്ടെങ്കിലും അത് ഞാൻ സൗമ്യക്ക് അയച്ചു കൊടുക്കുകയും പിന്നെ വന്ന് നമ്മളതിൽ ചെറിയ ചേഞ്ചസ് വരുത്തി. അപ്പൊ അതിൽ വളരെ നമ്മള് സ്പെക്ട്രയോട് ഭയങ്കര ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ മക്കൾക്ക് എന്താ ഈ റൂംസ് ഒക്കെ ഇഷ്ടമായ കളർ പാറ്റേൺ ഒക്കെ ഓക്കെ അല്ലേ? അതോ അമ്മ പറഞ്ഞുകൊണ്ടാണോ വുഡിന്റെ കളർ ഓക്കെ ആക്കിയത്? അല്ലല്ലോ. ഓക്കെ. പിന്നെ മാം മറ്റുള്ള വീടുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ 2 സൈഡിലും ഭയങ്കര വ്യൂ ആണ്. അതായത് സിറ്റ് ഔട്ട് തന്നെ 2 ഏരിയയിലുണ്ട്, പിന്നെ കോർട്ട്യാർഡ് ഉണ്ട്. സിറ്റ് ഔട്ടിൽ നോക്കുകയാണെങ്കിൽ നല്ല ഓപ്പൺ ആയിട്ടുള്ള പാടം, അത് മാമിന്റെ തന്നെയാണ് പാടം. ഓക്കെ, ഇവിടെ എന്താ സിംഗിൾ സ്റ്റോറി കൺസ്ട്രക്ട് ചെയ്യാനുള്ളൊരു? എനിക്കിപ്പോഴല്ല, ഞങ്ങളെ എൻ്റെ വീട് അപ്പുറത്തെ തൊട്ട് തന്നെയാണ്. അവിടെ ആ വീട് പണിയുമ്പോൾ മുതൽ തന്നെ എനിക്ക് സിംഗിൾ സ്റ്റോറി വീടാണ് ഇഷ്ടം. അതെന്തോ എൻ്റെ മനസ്സിൽ എത്ര റൂമുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരു നിലയിലാകുമ്പോൾ നടന്ന് എത്താൻ പറ്റുന്നുള്ള ഒരു ഇതിൽ ആ വീട്ടിൽ വരയ്ക്കുമ്പോഴും അങ്ങനെ സിംഗിൾ സ്റ്റോറി തന്നെയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവര് പറയും, മക്കൾ പറയും ഞങ്ങൾക്ക് മുകളിൽ വേണം എന്നൊക്കെ. അപ്പൊ ഇപ്പൊ ഇവരൊക്കെ ആൺകുട്ടികളും കൂടി ആയതുകൊണ്ട് എനിക്ക് എന്തായാലും പോയി നോക്കുമ്പോൾ സിംഗിൾ സ്റ്റോറി തന്നെ മതി, എനിക്ക് നടന്നെത്താൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ്. മാം ബഡ്ജറ്റിന്റെ കേസ് ഇപ്പൊ നമ്മൾ കുറേ ബഡ്ജറ്റ് ഇട്ടിട്ട് ഓരോന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് എന്നാൽ മാമിന്റെ എല്ലാ റിക്വയർമെന്റ്സും ഒരുവിധം കൺസിഡർ ചെയ്തിട്ടാണ്. ആദ്യം നമ്മൾ ഇട്ട ബഡ്ജറ്റിൽ നമുക്ക് ഒരുപാട് പോയിരുന്നു. അപ്പൊ ഞാൻ മഹേഷും കൂടി നോക്കിയപ്പോ 12 ലക്ഷത്തിന്റെ മുകളിൽ അങ്ങനെയൊക്കെയാണ് ഒരുപാട് വന്നു. വന്നപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് ഇതിലേക്ക് എത്തി. എന്താ പറയുക, എനിക്ക് തോന്നിയത് ഇന്റീരിയറിലൊന്നും അല്ല ശരിക്കും പൈസ. ബാക്കിയുള്ള കുറേ എന്തൊക്കെ നമ്മൾ വിചാരിച്ചെടുത്ത് കറക്റ്റ് പ്ലാൻ ചെയ്താൽ അവിടെ നിർത്താൻ പറ്റുന്ന ഒന്നാണ് ഇന്റീരിയർ. അത് കറക്റ്റ് ആണ്. നമ്മൾ ഇന്റീരിയർ ഏത് ബഡ്ജറ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ ചെറിയ വേരിയേഷൻസ് മാത്രമേ വരാറുള്ളൂ. പിന്നെ ഇവര് നമുക്ക് തന്ന വാറന്റിയാണ് 25 years വാറന്റിയാണ് ഇവർ തന്നിരിക്കുന്നത്. അത് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയത് 25 വർഷം ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത സ്ഥലത്തുള്ളൊരു നമുക്ക് എല്ലാം വേഗം പോയി നോക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മഹേഷും ആദ്യം തന്നെ സ്പെക്ട്രയിലേക്ക് പോയത്. അത് പക്ഷെ വന്ന് പോവാനാണെങ്കിലും വർക്കിലാണെങ്കിലും ഇവരുടെ വാറന്റിയിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു.
അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. 2650 സ്ക്വയർ ഫീറ്റിൽ സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 4 BHK ആണ് വരുന്നത്. അതുപോലെ തന്നെ ലിവിങ്, ഡൈനിങ്, കിച്ചൺ, അങ്ങനെ മൊത്തത്തിൽ ഒരു 2650 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനിൽ പോവുകയാണെങ്കിൽ ബേസ് മെറ്റീരിയലായിട്ട് പ്ലൈവുഡ്, അതേപോലെ WPC. പിന്നെ ഫിനിഷിങ് മെറ്റീരിയലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാമിനേറ്റ് ഫിനിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ അധികം മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്ലൈവുഡും അതേപോലെ തന്നെ ലാമിനേറ്റ്, സിംഗിൾ കളർ ലാമിനേഷനാണ്, സെഞ്ചുറിയുടെ ലാമിനേറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലൈവുഡ് നമ്മളുടെ തന്നെ ബ്രാൻഡായ സ്പെക്ട്ര സ്റ്റാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഏരിയയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സ്പെക്കിൻ്റെയോ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെറ്റീരിയൽസിനെ പറ്റിയിട്ട് കൂടുതലുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്